89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ സമയം തുടങ്ങുവാണ്. നമ്മൾ റേഡിയോയിൽ പുതുതായിട്ട് ആരംഭിച്ച ഒരു സെഗ്മെന്റ് ആണ്, ഒരു കാറ്റഗറി, അല്ലെങ്കിൽ വളരെയധികം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള പ്രത്യേക കാറ്റഗറിയാണ്. നമ്മൾ രണ്ടാം സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ രണ്ടാം എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുന്ന സന്തോഷകരമായ നിമിഷം അല്ലേ? അതെ അതെ സന്തോഷകരമായ നിമിഷം എന്ന് ഞാൻ പറയുമ്പോൾ കൂടെയുള്ളത് കെവിനാണ്. കഴിഞ്ഞ തവണയും കൂടെയുള്ളത് കെവിനാണ്. ഇനി അങ്ങോട്ടേക്ക് എപ്പോഴും നമ്മളുടെ കൂടെ കെവിൻ ഉണ്ടാവും. കെവിൻ, നമ്മൾ റേഡിയോയിലൊരു പുതിയ മേഖല അല്ലെങ്കിൽ ഒരു പുതിയ കാറ്റഗറി പരിപാടി നമ്മളുടെ റേഡിയോയിൽ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന്, ഇപ്പോൾ കെവിൻ പരിപാടി പ്രസന്റ് ചെയ്തിട്ട് കെവിൻ പിന്നെ ഒത്തിരി കെവിൻ്റെതായ തിരക്കുകളിലേക്ക് പോയി, അറിയാമല്ലോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പരിപാടിക്ക് ശേഷം പരിപാടി 2 തവണ റേഡിയോയിലൂടെ എല്ലാവരിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ വിലയിരുത്തലുകൾ, എല്ലാ ഇടങ്ങളിൽ നിന്നും ചർച്ച ഏതൊക്കെ തരത്തിലാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഏത് ആംഗിളിലും എല്ലാ അളവിലും ഏത് അളവുകോൽ കൊണ്ട് അളന്നപ്പോഴും സംഭവം കിടലനായിരുന്നു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇപ്പോൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി അധികം പേരുണ്ട്, അവരെല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ വിക്ടോറിയസ് കലക്കൻ ഒരു വിക്ടറി ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ റേഡിയോയിൽ നമ്മളെ ഗാരേജിലേക്ക് ഇന്ന് ഒരു വാഹനമായിട്ടാണ് 2 വാഹനമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് 2 വാഹനം സംസാരിക്കാം. ഓക്കെ, ഒന്നാം തവണ, അതായത് റേഡിയോ ഗാരേജിന്റെ ആദ്യ എപ്പിസോഡിൽ ഒരു വാഹനവുമായി വന്ന് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തി സന്തോഷിപ്പിച്ച് പോയ കെവിൻ ഇന്ന് റേഡിയോ ഗാരേജിൽ നമ്മുടെ സർഗക്ഷേത്രയുടെ ഗാരേജിലേക്ക് 2 വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു 2 വീലറും ഒരു 4 വീലറും. ഓയ്യോ, എങ്ങനെ വന്നാലും കെവിന്റെ കയ്യിൽ 2 വണ്ടി ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വളരെയധികം ആകാംക്ഷയുണ്ട്. അപ്പോൾ ഈ ആകാംക്ഷയുമായിട്ട് ഞാൻ കെവിന്റെ അടുത്ത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്തി കേട്ടോ. അപ്പോൾ കെവിൻ, അവിടുന്ന് മനസ്സിലായ 1-2 കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ വാഹന ചർച്ചകളെല്ലാം ഒരു സൈഡ് ഒതുക്കി നിർത്തിയിട്ട് നമുക്കൊന്ന് സിനിമാ ചർച്ചകളിലൂടെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ലോക കണ്ടിരുന്നോ? ലോക കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതൊരു മലയാളിയോടാണ് ചോദ്യമെങ്കിൽ എല്ലാവരും തിരിച്ചു ചോദിക്കും, എന്താ വിനുവോ, ലോക കാണാത്ത മനുഷ്യരുണ്ടോ? ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. അത്രത്തോളം സക്സസ്ഫുൾ ആയി ഓടുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിൽ അത്രത്തോളം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ മലയാള സിനിമയുടെ ആ ഒരു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. എല്ലാ ആംഗിളുകളിലും ആ ലോക വളരെ കലക്കനായി പോകുകയാണ്. ഇപ്പോൾ കെവിന്റെ വാഹന ഇഷ്ടത്തിനിടയിൽ സിനിമ കാണാനൊക്കെ സമയം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. തീർച്ചയായിട്ടും നല്ല സിനിമകൾ മിസ്സാക്കാറില്ല, എല്ലാ സിനിമയും കാണാറുണ്ട്. സിനിമകളിലെ വാഹനങ്ങളായിരിക്കും കൂടുതൽ നോട്ട് ചെയ്യുന്നത്. അതെ, അങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകം നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന്റെ കമ്പനികൾ കണ്ടുപിടിച്ച് അവർ പുതിയത് എന്ത് ചെയ്യുന്നു, ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ആയിരിക്കും പരിപാടി. അങ്ങനെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ നമ്മളിങ്ങനെ തെരഞ്ഞു പിടിച്ചു പോകുമല്ലോ. ശരിക്കും ലോക വളരെയധികം സക്സസ്ഫുൾ ആയി ഓടുമ്പോൾ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ ലോക സക്സസ്ഫുൾ ആയതിന്റെ പേരിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി മനുഷ്യരുണ്ട്. അതിന്റെ ഇപ്പോൾ നമ്മൾ ലോക സക്സസ്ഫുൾ ആയതിൽ സന്തോഷിക്കുന്നവരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 200 പേജിന്റെ ബുക്ക് നിറച്ചു എഴുതേണ്ടി വരും. അത്രത്തോളം പേരുകൾ അതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ലോകയെ പറ്റി പറഞ്ഞു തുടങ്ങാൻ കാര്യം എന്താണോ, കെവിന് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. അതായത് നമ്മളിന്ന് റേഡിയോ ഗാരേജിൽ കൊണ്ടുവരാൻ പോകുന്ന ആദ്യ വാഹനത്തിന് ലോക സിനിമയുമായിട്ടൊരു ബന്ധമുണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ എന്റെ കണക്കുകൂട്ടലുകൾ ശരിയായി വരുവാണ്. ലോക സിനിമയുമായിട്ട് ബന്ധമുണ്ട്. ലോക വിജയിച്ചപ്പോൾ, ലോക വളരെ സക്സസ്ഫുൾ ആയി ഓടുമ്പോൾ സന്തോഷിക്കുന്നവരുടെ പട്ടികയിൽ അത്യാവശ്യം മുൻപന്തിയിൽ തന്നെ ഉള്ള ഒരാളുമായിട്ട് ബന്ധമുള്ളൊരു വാഹനത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഇത്രയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവർക്കും ആലോചിക്കാനുള്ള സമയമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പല ആംഗിളുകളിൽ ആലോചനകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാലും അതാരായിരിക്കും, ആരുടെ വണ്ടിയായിരിക്കും, ഏത് വണ്ടിയായിരിക്കും? ഈ ഒരു ആലോചന ചർച്ചകൾ നമുക്ക് നേരത്തേക്ക് കുറച്ച് പാട്ടുകൾ പ്ലേ ചെയ്തു തരുന്ന നേരത്തേക്ക് എല്ലാവരിലേക്കും കൊടുക്കുവാണ്. മനസ്സിൽ കുറെ ഉത്തരങ്ങൾ വരട്ടെ, ഉത്തരങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കട്ടെ. മെസ്സേജ് അയച്ച ഉത്തരങ്ങൾ ശരിയാണോ, എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന വഴിയിലാണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ തുടങ്ങാലോ കെവിൻ? പിന്നെ തീർച്ചയായിട്ടും ലോകയുമായി ബന്ധമുള്ള ഒരാളുമായി ബന്ധമുള്ള ഒരു വാഹനത്തെ പറ്റി പറഞ്ഞു തുടങ്ങാൻ പോകുന്ന റേഡിയോ ഗാരേജ് ഇവിടെ തുടങ്ങുവാണ്. കൂടെയുള്ളത് വിനുവാണ്. എൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട കെവിനുമുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ കെവിൻ 2 വാഹനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഒരു 2 വീലർ ഉണ്ട്, ഒരു 4 വീലർ ഉണ്ടെന്ന് പറഞ്ഞു. അത്ര ശരിയാണല്ലോ? നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു ലോക സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളുമായിട്ട് ബന്ധമുള്ള ഒരു വാഹനത്തെ പറ്റിയാണ് ആദ്യം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. എന്നാൽ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം, അത് 2 വീലർ ആണോ 4 വീലർ ആണോ?
ടൂ വീലറാണ്. അപ്പോൾ ലോക സിനിമ സക്സസ്ഫുൾ ആയതിന്റെ പേരിൽ സന്തോഷിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരാളുമായിട്ട് ബന്ധമുള്ള സിനിമ. അതെ, ഒരു സിനിമ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉറപ്പായിട്ട് അതിന്റെ പ്രൊഡ്യൂസർ ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ദുൽഖർ സൽമാനുമായിട്ട് ബന്ധമുള്ള ഒരു വാഹനത്തെ പറ്റിയാണ് പറയുന്നത്. എത്ര പേര് ഇത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കുറെ മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ച് മെസ്സേജുകൾ നമുക്ക് കമ്പനിയുടെ ബ്രാൻഡിന്റെ പേരടക്കം വന്നിട്ടുണ്ട്. കുറച്ച് പേർ നെസ്ലിന്റെ വാഹനത്തെ പറ്റി അടക്കം പറയുന്നുണ്ട്, അല്ലെങ്കിൽ കല്യാണി എടുക്കാൻ പോകുന്ന വാഹനത്തെ പറ്റി പോലും പറയുന്നുണ്ട്. എല്ലാവരും ചിന്തിച്ചല്ലോ, ഉത്തരങ്ങൾ അയച്ചല്ലോ, സന്തോഷം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കെവിൻ, പറയൂ? നമ്മൾ നേരെ അൾട്രാ വയലറ്റിലേക്കാണ് പോകുന്നത്. അൾട്രാ വയലറ്റ് കുറച്ച് നാളുകളായിട്ട് നമ്മളെല്ലാവരും അഭിമാനത്തോടെ അല്ലെങ്കിൽ മറ്റ് നാടുകളിലെല്ലാം ചെന്നിട്ട് നമ്മൾ പറയാറുള്ളതാണ്, അൾട്രാ വയലറ്റ് നമ്മളുടെ സ്വന്തം വണ്ടിയാണ് കേട്ടോ, നമ്മളുടെ ദുൽഖറിന്റെ വണ്ടിയാണ്. അതെ, ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഇത്രത്തോളം മനോഹരമായ വണ്ടി നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റിയില്ലല്ലോ, അത് ഞങ്ങൾ ഇറക്കി എന്നൊക്കെ സന്തോഷത്തോടെ പറഞ്ഞ, അഭിമാനത്തോടെ കൊണ്ടുപോയ അൾട്രാ വയലറ്റ് പുതിയ ഒരു ജഗജില്ലനെ പുറത്തിറക്കിയിട്ടുണ്ട്. X47 AK-47 എന്നൊക്കെ പറയുന്ന പോലെ X47. അതെ, എനിക്ക് തോന്നുന്നു ഈ പേരിടുന്നതിന്റെ പിന്നിലും ദുൽഖറിന്റെ ആ ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹം വൺ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ. ശരി. അപ്പോൾ കമ്പനി മുതലാളിമാരിൽ ഒരാളായിട്ടുള്ള ദുൽഖർ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പുറത്തിറക്കിയ X47. എന്താണ് X47? ആക്ച്വലി X47 എന്ന് പറയുന്നത് ഒരു ക്രോസ് ഓവർ ബൈക്കാണ്. ആക്ച്വലി നോർമലി ക്രോസ് ഓവർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാറുകളുടെ സെഗ്മെന്റിലാണ്. ഇപ്പോൾ എസ് ക്രോസ് എന്ന് പറയുന്നത് ഒരു ക്രോസ് ഓവർ വാഹനമാണ്. ശരി. അപ്പൊ ബൈക്സിന്റെ സെഗ്മെന്റിൽ അങ്ങനെ ഒരു ക്രോസ് ഓവർ, അങ്ങനെ ഒരു സെഗ്മെന്റ് ഇല്ല, അങ്ങനെ ഒരു പ്രയോഗമേ ഇല്ല. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ക്രോസ് ഓവറിന് ബൈക്കിന് പ്രയോഗം. അങ്ങനെ അൾട്രാ വയലറ്റ് ഒരു പുതിയ സെഗ്മെന്റ് ഓപ്പൺ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. X47 ഒരു ക്രോസ് ഓവർ ആയിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു അഡ്വഞ്ചറിലേക്ക് പോകുന്നില്ല, എന്നാൽ നോർമൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. ഓക്കെ, സാധാരണ യാത്രയ്ക്കപ്പുറം ഒരു സാഹസിക യാത്രയ്ക്ക് ഇപ്പുറം, ഇതിന്റെ രണ്ടിന്റെ ഇടയിലൂടെ ഓടും, എന്നാൽ സാഹസിക യാത്രയ്ക്ക് പറ്റുന്ന ഒരു വാഹനം. ഓക്കെ, കണ്ടാൽ അല്പം സാഹസികനായിട്ട് തോന്നുന്ന ഒരു കലക്കൻ വണ്ടി. അതെ, അതും ഇലക്ട്രിക് ആണ്. അൾട്രാ വയലറ്റ് ഫുൾ ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് വിപണിയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അൾട്രാ വയലറ്റ് ഇറക്കുന്ന വണ്ടികളായിട്ട് വേറൊരു കോമ്പറ്റീറ്റർ ഇല്ല. സത്യം ഇല്ല, നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മൾ ടൂ വീലേഴ്സിൽ കൂടുതൽ കാണുന്ന സ്കൂട്ടേഴ്സ് ആണ്. അതെ, ഇപ്പൊ TVS അല്ലെങ്കിൽ ഓല ഇങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ്സിന്റെ ആണ് നമ്മൾ കൂടുതൽ ഇലക്ട്രിക് കാണുന്നത്. എന്നാൽ ബൈക്സിലേക്ക് ഒരു പ്രോമിസിംഗ് പ്രോഡക്റ്റ് ഇറക്കിയത് അൾട്രാ വയലറ്റ് മാത്രമാണ്. അതെ, വാഹനങ്ങളെല്ലാം ഡിസൈൻ ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഇതൊന്നും ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തോന്നിപ്പോകുന്ന തരത്തിലുള്ള വണ്ടികളാണ്. അപ്പൊ എന്തായാലും അൾട്രാ വയലറ്റിന്റെ X47 ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെവിൻ 2 വണ്ടിയാണ് നമ്മൾ ഗാരേജിൽ എത്തിച്ചിട്ടുള്ളത്. ആദ്യത്തെ വാഹനം പുറത്തേക്ക് നമ്മൾ മെല്ലെ ഗാരേജിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി അകത്ത് തന്നെ കിടക്കട്ടെ, ഷട്ടർ ഞാൻ മെല്ലെ താത്തുവാണ്. ഇനി അങ്ങോട്ടേക്ക് അൾട്രാ വയലറ്റ് കഥകളാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിൽ നമ്മൾ 2 വാഹനങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഥകളാണ്. അതെ, അപ്പോൾ നമ്മൾ അൾട്രാ വയലറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങി. അൾട്രാ വയലറ്റിന്റെ കഥകളിലൂടെ പോയിട്ട് വേണം നമുക്ക് രണ്ടാമത്തെ വണ്ടിയെ കൊണ്ടുവരാൻ. കെവിനുണ്ട് കൂടെ. കെവിനാണ് കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി പഠനം നടത്തി നമ്മളുടെ മുന്നിൽ എല്ലാ സംശയങ്ങളും കൃത്യമായിട്ട് പരിഹരിച്ചു തന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കെവിൻ, നമ്മളെ അൾട്രാ വയലറ്റിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണല്ലോ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോയിട്ട് ഓടിക്കുകയും മറ്റു ഫീച്ചേഴ്സ് എല്ലാം നോക്കുന്നത്. അൾട്രാ വയലറ്റ് കാണുമ്പോൾ തന്നെ രണ്ടാമത് ഒന്നുകൂടി നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഉറപ്പായിട്ടും അതിന്റെ ഡിസൈൻ തന്നെയാണ്. അൾട്രാ വയലറ്റ് എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒന്നുകൂടി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ സമ്മതിക്കണമല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ കാണാത്ത ഒരു കൈൻഡ് ഓഫ് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് സെക്ടറിൽ കാണാത്ത ഒരു ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു ടൂ വീലറിൽ, ഒരു കാറിലൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാം, അത്ര സ്പേസ് ഉണ്ട് ആ ഒരു വാഹനത്തിന്റെ ഡിസൈൻ കാഴ്ചവെക്കാനായിട്ട്. ടൂ വീലറിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. അതെ, ഇതെങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്തവരാരാണാവോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് താങ്ക്സ് പറയേണ്ടത് കമ്പനിയുടെ ഫൗണ്ടേഴ്സിനാണ്. നാരായൺ ആൻഡ് നീരജ്. അവര് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അവരാണ് ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ അവർ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എയ്റോസ്പേസ്, ഒരു ഫൈറ്റർ ജെറ്റ്സ്, ആ ഒരു കാറ്റഗറിയിലുള്ള എക്യുപ്മെന്റ്സിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ടൂ വീലേഴ്സിന്റെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 കൂട്ടുകാരന്മാരുടെ പരിപാടിയാണിത്. അവര് പണ്ട് കാലം മുതൽ ആലോചിച്ചിട്ട് റോഡിലൂടെ പോകുന്ന വാഹനത്തിന് എയറിലൂടെ പോകുന്ന വാഹനവുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. എന്തായാലും കൊള്ളാം, ഇവന്മാര് പൊളിയാണെന്ന് നമുക്ക് നാട്ടുഭാഷ അങ്ങനെയൊക്കെ പറയാലോ. അവരിത് കേൾക്കണ്ട എന്തായാലും. അപ്പോൾ എന്താണ് ഇപ്പോൾ X47 പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിപ്പോഴും അൾട്രാ വയലറ്റിന്റെ മറ്റ് വാഹനങ്ങൾ എടുത്ത് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്ന വണ്ടികളാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. നമ്മളിപ്പോ ഓഫ് റോഡൊക്കെ ഓടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ കോട്ടയത്ത് നിന്നാണെങ്കിലും എറണാകുളത്ത് നിന്നാണെങ്കിലൊക്കെ അത്യാവശ്യം ദൂരം പോയാലാണെങ്കിലും നമുക്ക് മല കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മല കയറുന്നത് വരെയുള്ള ഇടയ്ക്ക് വെച്ച് ചാർജ് ചെയ്യാതെ മല കയറി തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള റേഞ്ച് കിട്ടുന്ന വണ്ടിയാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം.
കാര്യമാണല്ലോ. യെസ്, അങ്ങനെ നമുക്ക് ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. സോ റേഞ്ച് നോക്കുകയാണെങ്കിൽ 323 കിലോമീറ്റേഴ്സ് ആണ്. 323 കിലോമീറ്റർ ഉണ്ട്. സർട്ടിഫൈഡ് റേഞ്ച് ആണ്. ഒരു ചെറിയ ഡ്രോബാക്ക് വന്നാൽ പോലും ഒരു 300-280 കിലോമീറ്റേഴ്സ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 140 കിലോമീറ്റർ വൺ സൈഡ് പോയിട്ട് മല കയറി തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് റഡാർ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റഡാറോ? യെസ്. നോർമലി കാറിലാണ് നമ്മൾ കാണുന്നത്. കാറിലുള്ളത് മുഴുവനും നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ വിക്ടോറിയസിൽ പറഞ്ഞു ലെവൽ 2 ADAS ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അത് റഡാർ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അതൊരു 2 വീലറിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അൾട്രാ വയലറ്റ്. സോ വേറെ ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും, എന്തായാലും നമ്മൾ കേട്ടിട്ടില്ല 2 വീലറിൽ റഡാർ ഉണ്ടോ. കൂടാതെ ഫ്രണ്ടും ബാക്കും ഡാഷ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽട്ട് ക്യാമറയുണ്ട് വണ്ടിയിൽ. ഓക്കെ, സോ അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ്, അതായത് ഒരു മാർക്കറ്റിനെ ഞെട്ടിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന, വാഹനം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇനി എന്ത് ചെയ്ത് ഇതിന് പകരം വേറൊരു വണ്ടി ഉണ്ടാക്കും ആലോചിക്കണം. ഇത് ചെയ്യണമല്ലോ. അതെ, ഇനിയിപ്പോ ഞങ്ങൾ ക്യാമറയോടെ പോയി വാങ്ങിക്കും, റഡാറിനൊക്കെ എന്താണ് വില എന്നൊക്കെ എല്ലാവരെയും കൊണ്ട് ചിന്തിപ്പിക്കാൻ കാരണമായിട്ടുള്ള അൾട്രാ വയലറ്റ്. അപ്പൊ എന്തായാലും അൾട്രാ വയലറ്റ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കഥകളിലൂടെ തന്നെയാണ് റേഡിയോ ഗാരേജ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കെവിനാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള ആളുടെ പേര് വിനു എന്നാണ്. 89.6 FM സർഗക്ഷേത്ര Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ അൾട്രാ വയലറ്റിന്റെ ഏറ്റവും പുതുതായിട്ട് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ള X47 പറ്റിയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗാരേജിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ 2 വീലറാണ് കെവിൻ. അതാണ് ഈ അൾട്രാ വയലറ്റിന്റെ പ്രത്യേകത. ഗാരേജ് തുടങ്ങിയിട്ട് ആദ്യമായി നമ്മളെ ഗാരേജിന്റെ അകത്തെത്തുന്ന 2 വീലറാണ്. നിലവിൽ ഗാരേജിന് പുറത്തേക്ക് വണ്ടിയെ എത്തിച്ചിട്ട് ഗാരേജ് അടച്ചിട്ടേക്കോ, കാരണം ഒരു 4 വീലർ അകത്ത് കിടക്കുന്നുണ്ട്. അത് ഏതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെടുത്ത് പുറത്തിടാൻ സമയം തോന്നുന്നു. അത് പുറത്തിടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ X47 പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റഡാർ പറഞ്ഞു, ക്യാമറകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇതിന്റെ റേഞ്ച് പറഞ്ഞു. ഒപ്പം ഇതിന്റെ വിലയും പ്രധാനപ്പെട്ടതാണല്ലോ. ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു 2 വീലർ വാങ്ങിക്കാൻ ഒരു കാറിന്റെ വില കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം കെവിൻ പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ഇതിന്റെ പ്രൈസ് 2,49,000 രൂപയാണ് നിലവിലെ ഇൻട്രൊഡക്ടറി പ്രൈസ്. ഓക്കെ, 2,49,000. അതെ, ആദ്യത്തെ ഒരു കുറച്ച് ബുക്കിംഗ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും ഒരു 25,000 അഡീഷണൽ ഒരു ഇൻക്രീസ് വന്നാൽ എന്നാലും 3 ലക്ഷത്തിൽ താഴെ റേറ്റ് വരുള്ളൂ. അത് നോക്കുമ്പോൾ അത് വളരെ നല്ലൊരു റേറ്റ് ആണ്. വലിയ കൂടുതലൊന്നും ഒരിക്കലും പറയാൻ പറ്റുന്ന റേറ്റ് അല്ല. ഒരു EV ആണ്. നോർമലി പെട്രോൾ വാഹനങ്ങൾക്കും ഈ ഒരു പ്രൈസിലേക്കൊക്കെ നമുക്ക് 2.5 ലക്ഷത്തിന്റെ മുകളിലേക്ക് വാഹനങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടി വന്നാലും അതിനകത്ത് റഡാർ ഉണ്ടോ, ക്യാമറ ഉണ്ടോ, ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു നിരത്തുകൾ കീഴടക്കുന്ന തരത്തിലേക്ക് അൾട്രാ വയലറ്റ് കേരളത്തിന്റെ നിരത്തുകളിലും നിറച്ചും വരാൻ പോകുകയാണ്. അതിന്റെ ഒരു തുടക്കമായിരിക്കും ഇത്. അതെ അതെ അതെ. പക്ഷേ വാഹനം 2026 ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല. ബുക്കിംഗ് തുടങ്ങി. വീട്ടിലേക്ക് വണ്ടി എത്താൻ നമുക്ക് കുറച്ച് ആളോട് കാത്തിരിക്കേണ്ടി വരും. 26 എന്ന് പറഞ്ഞാൽ ഇനി ഒരു 2-3 മാസം കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. വണ്ടി വരും, വണ്ടി ഉറപ്പായിട്ടും വരും. പിന്നെ ക്യാമറ അല്ലെങ്കിൽ റഡാർ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സോ ഇതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉണ്ട്. അതായത് ബൈക്കില് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്. ഞാനിപ്പോ ഇതൊക്കെ ഞെട്ടി നിൽക്കുവാണ്. ഇതൊക്കെ എങ്ങനെ? അതായത് നമ്മുടെ ബൈക്കിലെ 2 മിററിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ബൈക്കിലൂടെ വണ്ടി വരികയാണെങ്കിൽ ഇൻ കേസ് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലും ഈ ഒരു റഡാർ നമ്മളെ വണ്ടി വരുന്നുണ്ട്. ആൻഡ് പ്ലീസ് നോട്ട്, ഇതൊരു ഇൻഡിക്കേഷൻ മാത്രമാണ്. വാഹനം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. റഡാർ ഉള്ളത് കൊണ്ട് വാഹനം തന്നെ സ്റ്റോപ്പ് ആകില്ല. അത് കമ്പനി പ്രത്യേകം പറയുന്നുണ്ട്. എസ്പെഷ്യലി 2 വീലർ ആണ്. 4 വീലറിൽ ഒരുപക്ഷെ നമുക്ക് വാഹനം തന്നെ സ്റ്റോപ്പ് ആക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ 2 വീലറിൽ നമ്മൾ തന്നെ അത് കൺട്രോൾ ചെയ്യണം. ഇതിന് നമ്മളെ ഒരു സർട്ടൻ സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് വാഹനം ഓടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലാതെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് വണ്ടി നിർത്തി സഹായിക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. എന്നാലും ഓർമ്മപ്പെടുത്താൻ ഒരാളുണ്ടല്ലോ, അത് വലിയ കാര്യം. പിന്നെ ലൈൻ ചേഞ്ച് അസിസ്റ്റ് ഉണ്ട്. നമ്മൾ ലൈൻ മാറുകയാണെങ്കിൽ വാഹനം നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ ഓവർടേക്ക് അലേർട്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത വാഹനങ്ങളാണെങ്കിൽ പോലും അത് നമ്മളെ അറിയിക്കും. ഒരു വണ്ടി കയറി വരുന്നുണ്ടോ, ഒരു സൈഡൊക്കെ ഒതുക്കി അവൻ കയറി പോക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ പറയാൻ ആളുണ്ട്. കൊള്ളാം. അതുപോലെ തന്നെ കൊളീഷൻ വാണി. പിന്നിലെ ഏതെങ്കിലും ഒരു വാഹനം നമ്മളെ ഒരു ചെറുതായിട്ടൊന്ന് സ്പീഡിന് ശേഷം ഇടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വാഹനം നമ്മൾ ഇന്റിമേറ്റ് ചെയ്യും. യെസ്.
റഡാർ കൊണ്ടുള്ള പരിപാടികളാണ്. ഒരു 4-5 ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് 2 വീലർ ഓടിക്കുന്നവർ അല്ലെങ്കിൽ 2 വീലർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളവർ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ആയിട്ടാണ് X47 എത്തിയിട്ടുള്ളത്. കൊള്ളാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഡാഷ് ക്യാമിനെ പറ്റി പറഞ്ഞല്ലോ. ക്യാമറയുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ക്യാമറ ഹൈ പെർഫോമൻസ് ഡ്യുവൽ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്, രണ്ടിടത്തും ക്യാമറയുണ്ട്. സോ ഈ റഡാർ ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറയുടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ പോലും ഫുൾ നമ്മുടെ ഒരു പ്രൂഫ് ആയിട്ടുണ്ട്. തെളിവുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, നമ്മുടെ കുഴപ്പം കൊണ്ടല്ലേ, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പ്രശ്നം കൊണ്ടാണോ അപകടങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ കൃത്യമായിട്ടുള്ള പ്രൂഫ് നമ്മുടെ അടുത്തുണ്ടാവും. കാറിലൊക്കെ ഇത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. പക്ഷേ ബൈക്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണ ഹെൽമെറ്റിന്റെ മുകളിലൊക്കെ ക്യാമറ മൗണ്ട് ചെയ്താണ് പോവാറ്. പിന്നീട് അത് കേരളത്തിൽ അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോഴും പിള്ളേർ സെറ്റൊക്കെ ഇതുപോലെ റൈഡിംഗ് ഒക്കെ പോയിട്ട് വരുമ്പോൾ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. ഇപ്പൊ വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീലൊക്കെ അടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അടിക്കാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വൈഫൈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫോണിലേക്ക് ഫുട്ടേജസ് കോപ്പി ചെയ്യാൻ പറ്റും. ആൻഡ് ആക്ച്വലി 2 വീലറിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന ഒരു വാഹനം 2 വീലറാണ് കമ്പയറിംഗ് ടു 4 വീലർ. സോ ഇപ്പോൾ എവിടെയാണ് ഇഷ്യൂ, ആർക്കാണ് ഇഷ്യൂ, എന്താണ് റിയൽ സിനാരിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നത് എല്ലാ 2 വീലേഴ്സിലും ഇതൊരു മാൻഡേറ്ററി തിങ് ആയിട്ട് വെക്കണമെന്ന് വന്നാൽ ഒരുപക്ഷെ വരുമായിരിക്കട്ടെ. ഇങ്ങനെയാണല്ലോ ചില കണ്ടുപിടുത്തങ്ങൾ ചരിത്രമാകും എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. അൾട്രാവയലറ്റ് ഒരു ചരിത്രമാകട്ടെ, അല്ലെങ്കിൽ X47 ഒരു ചരിത്രമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അൾട്രാവയലറ്റിന്റെ മെല്ലെ ഗാരേജിന്റെ അകത്തേക്ക് കയറ്റുവാണ്. അൾട്രാവയലറ്റിന്റെ ഗാരേജിന്റെ അകത്തേക്ക് കയറ്റുമ്പോൾ അവിടെ ഒരു 4 വീലർ കിടക്കുന്നുണ്ട്. അതിന് പുറത്തേക്ക് ഇറക്കാനുള്ള നേരവുമായിട്ടുണ്ട്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഏതായിരിക്കും ആ 4 വീലർ എന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മെസ്സേജുകൾ അയക്കുക. മെസ്സേജ് അയച്ചത് ശരിയാകുമോ എന്ന് നോക്കാം. മഹീന്ദ്രയുടെ ഒരു വാഹനം. അയ്യോ, ഇനിയിപ്പോ എല്ലാവരും അത് പറയും, കുഴപ്പമില്ല, എന്നാലും പറഞ്ഞോളൂ. മഹീന്ദ്രയുടെ ഒരു വാഹനം ഞങ്ങൾ ഗാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നു. കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ 2 വാഹനങ്ങളുമായിട്ട് തുടങ്ങിയ യാത്രയാണ്. ആദ്യം നമ്മൾ അൾട്രാവയലറ്റ് പുറത്തിറക്കി. അൾട്രാവയലറ്റിന്റെ പുതിയ മോഡലായിട്ടുള്ള X47 പറ്റി കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ഗാരേജിന്റെ അകത്തേക്ക് അൾട്രാവയലറ്റ് കൊണ്ടുപോയി വെച്ചതിന് ശേഷം അകത്തിരുന്ന ഒരു 4 വീലർ മെല്ലെ പുറത്തേക്ക് ഇറക്കുവാണ്. അത് ആരാണ്, ഏതാണ് എന്നുള്ളതിനെ പറ്റി കുറേ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു. പല ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. മഹീന്ദ്രയുടെ വണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് പേർക്ക് കാര്യങ്ങൾ കണക്ട് ആയെന്ന് തോന്നുന്നു. പക്ഷേ കണക്ട് ആകാത്തവരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗാരേജിലേക്ക് ഇന്ന് വന്നിട്ടുള്ള 4 വീലർ ഏതാണ് എന്ന് അവതരിപ്പിക്കുന്ന ആളുടെ പേര് കെവിൻ എന്നാണ്. കെവിൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് സസ്പെൻസ് പൊളിക്കാം. അതെ, പൊളിക്കാം. അങ്ങനെ മഹീന്ദ്ര താറിനൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. 3 ഡോർ താറിനൊരു ഫേസ് ലിഫ്റ്റ്. 3 ഡോർ താർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇറങ്ങിയ കാലം മുതൽ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള, ഇതിനോടൊപ്പം നിൽക്കാൻ മറ്റൊന്നില്ല. ഇത് വേറൊരു കാറ്റഗറി, ഇത് വേറൊരു റേഞ്ച് എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞ, അല്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടി. ഐ തിങ്ക് മഹീന്ദ്രയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുത്തൊരു വാഹനം വേറെ ഇല്ല. അത് എങ്ങനെ ഇത് ഈ ഒരു വണ്ടി ഉണ്ടായി എന്നൊക്കെ നമ്മൾ നിന്നിങ്ങനെ നോക്കിപ്പോവും. അല്ലെങ്കിൽ എത്ര വലിയ വാഹനങ്ങൾ, അതായത് റേഞ്ച് വെച്ച് ഇതിനേക്കാളും വില കൂടിയ വാഹനങ്ങളൊക്കെ കൂടെ കിടന്നാലും താറ് കണ്ടാൽ എല്ലാവരും നോക്കിപ്പോവും, ഒന്ന് നോക്കി നിന്ന് പോകും. അതാണ് താർ. എസ്പെഷ്യലി വ്രാംഗ്ലറിന്റെ ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ, കോപ്പി ആണെങ്കിൽ പോലും ഇൻസ്പിറേഷൻ എന്നാണല്ലോ നമ്മൾ പറയുക. നമ്മൾ കോപ്പി എന്ന് പറയാറില്ലല്ലോ, നമ്മൾ ഇൻസ്പയർഡ് ബൈ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല വാക്കായി. ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നോണ്ടായിരിക്കണം ഇത്രയധികം ഹൈപ്പ്. അതെ. അപ്പോൾ 3 ഡോർ താർ ഓൾറെഡി ഉണ്ട് നമുക്ക്. അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ എല്ലാ മാനുഫാക്ചേഴ്സും ഒരു വാഹനം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ അതിനൊരു ഫേസ് ലിഫ്റ്റ് ഉണ്ടാകാറുണ്ട്. അതായത് ഒരു ചെറിയ റിഫ്രഷ് ഒക്കെ കൊടുത്തിട്ട് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് 2 വർഷം കഴിയുമ്പോൾ തന്നെ പുതിയ ഫീച്ചേഴ്സ് വരും. ടെക്നോളജി മാറാം, പല കാര്യങ്ങൾ സംഭവിക്കാം. കോമ്പറ്റീറ്റർ പുതിയ മോഡൽ അവതരിപ്പിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അവരൊരു ഫേസ് ലിഫ്റ്റ് ആയിട്ട് ആ മോഡലിൽ തന്നെ ചെറിയ ചേഞ്ചസ് ഒക്കെ, മൈനർ ചേഞ്ചസ് കൊണ്ടുവരും. നമ്മളിപ്പോ കുറച്ച് ഒരു റൗണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുമ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ഒന്നുകൂടി മേക്കപ്പ് കിട്ടി തിരിച്ചു വരുന്ന പോലെ. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും താറിന്റെ 3 ഡോറിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. എന്നാലും ചുറ്റുമുള്ളവർ ഇതുപോലെ പുതിയ റേഞ്ചുകൾ പുറത്തിറക്കുമ്പോൾ ഇവരും ചെറുതായിട്ടൊന്ന് മാറുന്നു. അപ്പൊ എന്തൊക്കെയാണ് മാറ്റം, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, താറിന്റെ 3 ഡോറിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണോ ഇനി അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂടെ കെവിൻ ഉണ്ട്, കെവിന്റെ കൂടെ ഞാനുണ്ട്. നമ്മളെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ 2 വാഹനങ്ങളുമായി തുടങ്ങിയ യാത്രയാണ്. അൾട്രാവയലറ്റിന്റെ X47 അതിനുശേഷം മഹീന്ദ്രയുടെ താർ 3 ഡോർ.
3 ഡോർ താറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. കെവിൻ, ഇപ്പോൾ താറ് ഇറങ്ങിയിട്ട് ഒരു 3-4 വർഷമൊക്കെ എന്തായാലും ആയി കാണില്ലേ? നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന താറ് ഇറങ്ങിയിട്ട്, അത് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അതിനോടുള്ള ഇഷ്ടം ആളുകൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. അതായത് ഓരോ വർഷത്തെയും ബുക്കിംഗ് കണക്കുകൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. താറിന്റെ അളവ് കൂടുതലാണ്, താറ് വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല നിലയ്ക്ക് നിൽക്കുമ്പോഴും ഇവർ വീണ്ടും കുറച്ച് മാറ്റങ്ങൾ വരുത്തി 3 ഡോർ തന്നെ വീണ്ടും പുറത്തിറക്കാനുള്ള കാരണം എന്തായിരിക്കും? 3 ഡോർ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം അതിൻ്റെ ഫീച്ചേഴ്സ്, അതൊരു 4x4 വാഹനമായതുകൊണ്ടാണ് ഐ തിങ്ക് ഇത്ര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത്. അതിൽ ഫീച്ചേഴ്സ് കുറച്ച് കുറവായിരുന്നു. കൺവീനിയൻറ്റ് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്തും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ് എ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള കളക്റ്റീവ് ഫീഡ്ബാക്കും കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും ഇവർ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നത്. സോ അങ്ങനെ കുറച്ചധികം ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ 2 പുതിയ കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രേയും ഒരു റെഡും. 2 കളറൂടെ വളരെ വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ. വാഹനം കുറച്ച് നാൾ കഴിഞ്ഞ് കളറിൽ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റമാണ്. സോ നമുക്ക് ചോയ്സ് കുറച്ചുകൂടെ കൂടുതലാണ്. ദെൻ നമുക്കൊരു ഫ്രണ്ടിലെ ഗ്രില്ലിന് ഒരു ബ്ലാക്ക് കളർ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഇപ്പൊ അത് ബോഡി കളറായി. ബോഡി കളറിൽ തന്നെയാണ് ഗ്രില്ല് വരുന്നത്. അപ്പൊ റെഡ് ആണെങ്കിൽ റെഡ് വരും, ഗ്രേ ആണെങ്കിൽ ഗ്രേ. ആ ഒരു രീതിക്ക് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ അതൊരു കാരണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് തന്നെ കൊടുക്കുന്നത് ബെറ്റർ എന്നാണ് തോന്നുന്നത്. അതെന്താണെന്നറിയാമോ, നമ്മൾ സ്ഥിരമായി ഒരു മോഡൽ, ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ ചില ബ്രാൻഡുകളുടെ ലോഗോ ചേഞ്ച് വരുമ്പോൾ പോലും നമ്മൾ ആലോചിച്ചിട്ടില്ലേ, ബ്രാൻഡിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതെനിക്ക് തോന്നുന്നു പിന്നീട് നമുക്ക് അടുത്ത മഹീന്ദ്ര പോലും ലോഗോ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എന്റെ മനസ്സിൽ മഹീന്ദ്ര ആയിരുന്നു, ഞാൻ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മഹീന്ദ്രയുടെ പുതിയ ലോഗോ കാണുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കും പഴയ ലോഗോ ആയിരുന്നില്ല കുറച്ചുകൂടി നല്ലതെന്ന്. അത് പക്ഷേ ഇത് കണ്ട് സെറ്റായി മുന്നോട്ട് ഓടി തുടങ്ങുമ്പോൾ ഇവനും കൊള്ളാം എന്നൊരു തോന്നൽ വരും. അങ്ങനെ ആയിരിക്കും കേട്ടോ ഈ കളർ ചേഞ്ച്. അതെ. പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു 10.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. താർ റോക്സ് നമ്മളിപ്പം റീസെന്റ് കണ്ട ഒരു വാഹനമാണ് 5 ഡോർ താർ. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ 3XO തുടങ്ങിയ വാഹനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഒരു ചെറിയ സിസ്റ്റം ആയിരുന്നു കൊടുത്തിരുന്നത്, മിനിമലായിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു സിസ്റ്റം, ഒരു അപ്ഡേറ്റഡ് ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ഒരു പുതിയ ടച്ച് സ്ക്രീൻ, കുറച്ചുകൂടി ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒരു എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട്. ഈവൻ ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടി നമുക്ക് ലാപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ആ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ആരും ഈ വണ്ടി എടുത്ത് അനങ്ങാതെ ഒരിടത്ത് പോയി വരണ്ട, അത്യാവശ്യം കുറച്ച് വണ്ടിയെ പണിയെടുപ്പിക്കൂ എന്ന് കമ്പനി തന്നെ പറഞ്ഞു തരുവാണ്. ആൻഡ് പുതിയ സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഷേപ്പിംഗും അതിന്റെ ഒരു ഫീച്ചേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു, പുറകിലിരിക്കുമ്പോൾ ചെറുതായിട്ട് ചൂട് വരുന്നുണ്ടല്ലോ. ബാക്കിൽ ഒരു AC വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട് സെന്ററിൽ. സോ അത് രണ്ട് പാസഞ്ചേഴ്സിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്ലൈഡബിൾ ആയിട്ടുള്ള ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു സെന്റർ കൺസോളായിരുന്നു പവർ വിൻഡോയുടെ സ്വിച്ചസ് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോ ഡോറിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു പുതിയൊരു അപ്ഡേറ്റഡ് ഫീച്ചറാണ്. പിന്നീട് റിയർ ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അതില്ലായിരുന്നു താറിന്, അത് വന്നിട്ടുണ്ട്. ആൻഡ് റിയർ വൈപ്പറും വാഷറും വന്നിട്ടുണ്ട്, അതും താറിന് കൊടുത്തിട്ടില്ല. വേറൊരു ഫീച്ചർ ആഡ് ചെയ്തേക്കുന്നത്, താറിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എല്ലാവരും പറഞ്ഞത്, ഇത്രയും വലിയ വാഹനമായിട്ട് പോലും, ഇത്രയും പ്രൈസ് കൊടുക്കുന്ന വാഹനമായിട്ട് പോലും പെട്രോൾ അടിക്കണമെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി താക്കോലിട്ട് തിരിച്ചു വേണം തുറക്കാനായിട്ട്. അത് മാറി നമുക്ക് ഉള്ളിലിരുന്ന് തന്നെ പെട്രോൾ അടിക്കാൻ പറ്റും. എല്ലാരും പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള മിനിമലായിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സോ അപ്പൊ എന്തായാലും അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകതകൾ എന്ന് പറയാൻ ഇല്ലെങ്കിലും കുറേയധികം പ്രത്യേകതകൾ ഇതുവരെ താർ ഓടിച്ചിരുന്നവർ ഇത് കാണുമ്പോൾ ഇവൻ പുതിയതാണല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില പ്രത്യേകതകളുമായിട്ട് താർ വരുന്നുണ്ട്. താറിന്റെ കഥകളാണ് റേഡിയോ ഗാരേജിൽ. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മളുടെ ഗാരേജിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വളരെയധികം സന്തോഷത്തോടെ ഇറക്കിയിട്ടുള്ള വാഹനം താറാണ്. 3 ഡോർ താറിന്റെ പുതിയ ഏറ്റവും പുത്തൻ മോഡലിന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെ കെവിൻ ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി. കെവിൻ, ഇപ്പോൾ താർ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടെ എടുത്ത വണ്ടിയാണ്, അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് കറങ്ങാൻ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചിട്ട് വരാൻ പോലും അതിയായ ആഗ്രഹമുള്ളൊരു വാഹനമാണ്. അപ്പോൾ താറിൻ്റെ നല്ല വശങ്ങളെല്ലാം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ചെറുതായിട്ട് നമുക്ക് താറിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കലക്കിയേനെ എന്ന് കുറച്ചധികം നാളുകളായിട്ട് താർ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ താറ് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഒരു ബമ്പിനെസ് കൂടുതലാണ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും
വ്യത്യാസം, മെക്കാനിക്കൽ സൈഡിലേക്ക് എന്തെങ്കിലും വ്യത്യാസം ഏറ്റവും പുതിയ വേരിയന്റിൽ വന്നിട്ടുണ്ടോ? ആക്ച്വലി വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഇതിൽ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറൊരു ചേഞ്ചസും മെക്കാനിക്കലി സസ്പെൻഷൻ ട്യൂണിങ്ങിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. പ്രീവിയസ് താർ എങ്ങനെയായിരുന്നോ ആ താറില് ഒന്ന് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് കുട്ടപ്പനാക്കി എടുത്തു. പറഞ്ഞ പ്രത്യേകതകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എഞ്ചിൻ സൈഡിലേക്കൊന്നും അല്ലെങ്കിൽ അതിന്റെ സസ്പെൻഷൻ സൈഡിലേക്കൊന്നും പോയിട്ടില്ല. ആ ഒരു ബംപിനെസ്സും ആ ഒരു ചെറിയ ചാട്ടവും ഇപ്പോഴും താറിനുണ്ട്. നമ്മളല്ലെങ്കിൽ ഇങ്ങനെ പറയണം, ഇപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ചില വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അപ്പോൾ വൈബ്രേഷൻ മാറാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് ഇത് ഇഷ്ടപ്പെടുന്നവർ ചോദിക്കുമ്പോൾ കമ്പനി തിരിച്ചു പറയുന്നത് ഈ വൈബ്രേഷനാണ് ഈ വണ്ടിയെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ താറിൽ ഈ ബംപിനെസ് വേണം, അതാണ് താർ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ താറ് സാധാ കാറായി പോകില്ലേ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും അത് കൊള്ളാം. അപ്പോൾ വിലയുടെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ? കാരണം റോക്സ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇത് തമ്മിൽ ഇനി ഒരു മത്സരം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇവർ സഹോദരങ്ങളെ പോലെ വിൽപ്പന നടത്തുമോ? എന്താണ് അവസ്ഥ? പ്രൈസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയില്ല. കാര്യം റോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു പ്രീമിയം പ്രൈസിംഗ് റേഞ്ചിലാണ്. അതെ, അതൊരു 5 ഡോർ വാഹനമാണ്, അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പം കൂടുതലുള്ള വണ്ടിയാണ്. 3 ഡോറോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സസ്പെൻഷന്റെയും ഈ ഒരു ബംപിനെസിനൊക്കെ ആ ഒരു വാഹനത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പരിഹരിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ്. അതൊരു കംപ്ലീറ്റ്ലി പുതിയ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. സോ അപ്പൊ അത് ഇതുമായിട്ട് ഒരു കമ്പാരിസൺ, റേഞ്ചിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. കാരണം ഒരു കമ്പനിയുടെ 2 വാഹനങ്ങൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതൊരു 3 ഡോറും അതൊരു 5 ഡോറുമാണ്. അതിന്റെ വ്യത്യാസങ്ങൾ 5 ഡോറിനുണ്ട്. അതിന്റെ ഒരു 3 ഡോറിന് അതിന്റെ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ഒരു കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം. 3 ഡോർ താറ് അത് വേറൊരു വണ്ടി തന്നെയാണ്. അതിനകത്തിപ്പോ നമുക്ക് അല്ലെ അതിനെ പറ്റി വേറെ ഒന്നുമായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. എന്നാലും എങ്ങനെയാണ് പഴയ 3 ഡോർ വെച്ച് നോക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ വലിയൊരു റേറ്റിൽ വ്യത്യാസങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടും വില ഒരുപാട് കൂട്ടിയിട്ടില്ല. ഇല്ല, 2025 ഈ ഒരു ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഈ താറിന് അവതരിപ്പിച്ചിരിക്കുന്ന വില 9.99 lakhs ആണ്. 10 ലക്ഷത്തിന് താഴെയാണ്. ഷോറൂം പ്രൈസ്. ഓക്കെ, അങ്ങനെ വന്നാലൊരു 12 അല്ലെങ്കിൽ 11.5 നമുക്ക് പുറത്തിറക്കി കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അതൊരു ടോപ്പ് എൻഡിലേക്ക് ഫുൾ 4x4 മോഡലിലേക്ക് പോകുമ്പോൾ അതൊരു 16.25 lakhsന് ഷോറൂം വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ലെന്ന് തന്നെ പറയാൻ പറ്റും. പെട്രോൾ ഡീസൽ ആ ഒരു 2 എഞ്ചിനിൽ നമുക്ക് വണ്ടി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിന്റ് മാറ്റി അല്ലെങ്കിൽ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മൾ ഉദ്ദേശിച്ച ഫീച്ചേഴ്സ് അത് വന്നിട്ടില്ലെങ്കിലും കുറെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്ത് തന്നതിൽ പോലും ഒത്തിരി വില കൂട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. താർ പ്രേമികൾക്ക് വളരെയധികം സന്തോഷിക്കാൻ വകയുണ്ട്. അതായത് ഇപ്പോൾ വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഒരു സാധാരണ താർ സ്നേഹി എന്ന നിലയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ചോദ്യം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് താർ പ്രേമികൾ അല്ലെങ്കിൽ താർ ഓണേഴ്സിന് വേണ്ടിയാണെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ ഇത് താറിനുള്ളിൽ വെച്ച് പ്ലേ ചെയ്യുകയാണെങ്കിലുള്ള വിഷമം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ താർ ഇഷ്ടപ്പെടുന്നവർക്ക്, വീട്ടിൽ താറുള്ളവർക്ക് അല്ലെങ്കിൽ താറിന്റെ അകത്ത് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒരു താർ ഇറങ്ങി, അത് മാർക്കറ്റിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷത്തിന് ശേഷം വീണ്ടും കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് താറിന്റെ മറ്റൊരു വേർഷൻ വരുന്നു. അപ്പോൾ നിലവിൽ താർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന, താറിനെ വളരെയധികം ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നവർ താറ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുമോ? എന്താണ് അവസ്ഥ? അങ്ങനെ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം മെക്കാനിക്കലി ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഒരു അങ്ങനെ ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് നിലവിലുള്ള താർ ഓണേഴ്സ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെ വേണം പറയാൻ. താർ ഓണേഴ്സ് താർ തന്നെ കൊണ്ടുവരുന്നുള്ളൂ. പുതുതായിട്ട് വാങ്ങിക്കാൻ മുന്നോർക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. പഴയ താർ ഓണേഴ്സിനെ വിഷമിപ്പിക്കാതിരിക്കാനും കൂടി കമ്പനി ചെയ്താണെന്ന് കൂട്ടാം. ഈ കമ്പനിയുടെ നല്ല തീരുമാനത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതെ, കമ്പനിയുടെ നല്ല തീരുമാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. കൂടെയുള്ളത് വിനുവും കെവിനുമാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 വാഹനങ്ങളുമായിട്ട് തുടങ്ങിയ യാത്രയാണ് കെവിൻ. നമ്മളുടെ ഗാരേജിന്റെ അകത്ത് ഇന്ന് 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരെണ്ണം അൾട്രാവയലറ്റ് ആണ്, ഒരെണ്ണം മഹീന്ദ്രയാണ്. രണ്ടിന്റെയും കലക്കൻ മോഡലുകൾ പ്രസന്റ് ചെയ്തതിന്റെ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ 2 വാഹനവും രണ്ട് എക്സ്ട്രീമാണ്. രണ്ടിനെ തമ്മിലും അങ്ങനെ ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റില്ലെങ്കിലും 2 വാഹനവും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ. അതെ, ഇപ്പോൾ താറും വേറെ ഒരു വാഹനവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറില്ല റോട്ടിൽ. അതുപോലെ തന്നെ അൾട്രാവയലറ്റ് വേറൊരു വണ്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ
അങ്ങനെ നോക്കുമ്പോൾ രണ്ടും നിരത്തിലെ ആ കാറ്റഗറിയിലെ താരങ്ങൾ തന്നെയാണ്. അതെ അതെ, അത് രണ്ടിനെയും കൊണ്ടതിന്റെ സന്തോഷമാണ്. നമ്മുടെ ഗാരേജിൽ ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള വണ്ടികൾ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ വന്ന് നിറയുന്ന നല്ലൊരു നാളെയാണ് ഞങ്ങളുടെ സ്വപ്നം. കെവിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പുതിയ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ കമ്പനികൾ വിളിച്ചിട്ട് അതിന്റെ റിവ്യൂ എടുപ്പിക്കുന്നു, അതിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പരിപാടി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. എന്നാലും അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ എങ്ങനെ ഈ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ചെല്ലാൻ സാധ്യത ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടായിരിക്കും? പ്ലാനുകൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡേറ്റുകൾ വന്നിട്ടുണ്ടോ? ഡേറ്റുകൾ നിലവിൽ വന്നിട്ടില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ വിചാരിക്കുന്നു. ഇത് പറഞ്ഞാൽ അതിനകത്തൊരു ത്രില്ലില്ലല്ലോ എന്നല്ലേ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. കെവിൻ ഇപ്പൊ എന്തെങ്കിലും പറയുമായിരിക്കും, പറഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഓ ആ കമ്പനി അങ്ങനെ ഒരു വണ്ടി ഇറക്കുന്നുണ്ടല്ലേ. അതെ, അത് കെവിൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഏതാണ് വാഹനമെന്ന് തലേ ദിവസം മാത്രമേ നിങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സസ്പെൻസ് എലമെന്റ് നിലനിർത്തുമ്പോഴാണല്ലോ ഇതിനകത്തൊരു രസമുള്ളത്. ആക്ച്വലി മഹീന്ദ്രയുടെ ഈ താറിന്റെ ഈ ഒരു ഡ്രൈവ് അവരുടെ മുംബൈയിലുള്ള ഒരു എസ്റ്റേറ്റിലായിരുന്നു. ഒരു 35 ഏക്കേഴ്സിലുള്ള ലാൻഡ് ഉണ്ട്, ഓഫ് റോഡ് മാത്രമുള്ളതാണ്. നിർഭാഗ്യവശാൽ പോകാൻ പറ്റിയില്ല, മറ്റു ചില തിരക്കുകൾ കാരണം. അത് മിസ് ചെയ്തു. അതിനോർത്ത് ഞാൻ ഇപ്പോഴും ദുഃഖിക്കുന്നു. താർ ഇങ്ങനെ ഓരോരുത്തർ ഓടിക്കുന്ന വീഡിയോ കാണുമ്പോൾ കെവിൻ ഓർക്കും, ഞാൻ ഇത് നിങ്ങൾക്ക് മുൻപേ ഓടിക്കേണ്ടവനായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇതുപോലെ മനസ്സിൽ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാതെ പോയതിന്റെ വിഷമം വീണ്ടും പലത് കെവിനുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഉറപ്പായിട്ടും ഗാരേജിന്റെ വരും എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഗാരേജിൽ നമുക്ക് അത്തരം കഥകളും ചർച്ചകളൊക്കെ തന്നെ നടത്താട്ടോ. ഇപ്പൊ നമ്മൾ പുറത്തുകൊണ്ടുവന്നിട്ട 2 വണ്ടിയും നേരെ ഷട്ടറിനകത്തേക്ക് കയറ്റി ഷട്ടർ വില അടയ്ക്കുവാണ്. ഈ ഗാരേജിനകത്ത് ഇനി വരാൻ പോകുന്ന വാഹനം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇതിനകത്ത് കൊണ്ടുവന്ന് കൂടെ എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നമുക്ക് കഴിഞ്ഞ ആഴ്ച മുതലേ മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാഹനം ഇഷ്ടപ്പെടുന്ന വാഹന പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം തിരഞ്ഞെടുക്കാട്ടോ. നിങ്ങൾ എല്ലാവരും പറയുന്ന വണ്ടി കെവിൻ കൊണ്ടുവരും, അല്ലെങ്കിൽ കെവിനെ കൊണ്ട് ഞങ്ങൾ കൊണ്ടിരിപ്പിക്കും. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അതെ, അപ്പൊ ഞാനൊരു നമ്പർ പറഞ്ഞുതരാം കെവിൻ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണോ. 9188352896 9188352896 ഈ നമ്പറിലേക്ക് വരാൻ പോകുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരാവോ ചേട്ടാ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് കഴിഞ്ഞാൽ കെവിൻ സ്നേഹത്തോടെയാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ കെവിൻ വണ്ടി കൊണ്ടുവന്നിരിക്കും. അപ്പൊ അങ്ങനെ ഇഷ്ട വണ്ടികൾ മെസ്സേജ് അയക്കൂ. അതിന്റെ പ്രത്യേകതകളുമായിട്ട് ഗാരേജിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്യും. റേഡിയോ ഗാരേജിൽ നിറച്ച് വണ്ടികളുള്ള നല്ല നാളുകളാണ് ഞങ്ങളുടെയും സ്വപ്നവും ഞങ്ങളുടെ ഇഷ്ടവും. വണ്ടിപ്രാന്തന്മാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതെ, വണ്ടിപ്രാന്തന്മാർ ഉള്ള ലോകം തന്നെയാണ് എപ്പോഴും വളരെ നല്ല ലോകമെന്ന് നമ്മൾ പറയുന്നത്. കാരണം വാഹനങ്ങൾ എപ്പോഴും വേണം. വാഹനങ്ങളെ നന്നായിട്ട് സൂക്ഷിക്കുന്നവരും നല്ല രീതിയിൽ ഡിസിപ്ലിനോടുകൂടി വാഹനം ഓടിക്കുന്ന ഒരുപാട് മനുഷ്യരും നാട്ടിൽ വേണം. ഒരുപാട് മനുഷ്യരട്ടെ, എല്ലാവരും അങ്ങനെ ഓടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒത്തിരി വാഹനങ്ങൾ വരട്ടെ. ടെക്നോളജിയിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന നിരവധി വാഹനങ്ങൾ വരട്ടെ. അങ്ങനെ വാഹനങ്ങൾ നമുക്ക് ആസ്വദിക്കാനും അല്ലെങ്കിൽ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷട്ടറുമില്ല താത്തിയാലോ. അതെ, എല്ലാവരും വളരെ സുരക്ഷിതമായി വാഹനം ഓടിക്കുക, സേഫും സെക്യൂറായിട്ട് വാഹനം ഓടിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് മെല്ലെ നമ്മളുടെ റേഡിയോ ഗാരേജിന്റെ ഷട്ടർ താത്തുവാണ്. 2 പേർ ചേർന്നാണ് ഷട്ടർ താത്തുന്നത്. വാഹനങ്ങളെ പറ്റി ആധികാരികമായി പഠിച്ച് നമ്മളുടെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ വന്നിട്ടുള്ള കെവിനും പിന്നെ കൂടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന വിനുവും. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.